ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാനവരാശിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഉയിർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാണ്. നമ്മുടെ ഏറ്റവും വലിയ വിക്ടറി എന്ന് പറഞ്ഞാലും യേശുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പാണ്. യേശു ഉയിർത്തെഴുന്നേറ്റ് ഇല്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ സ്ഥിതി? നമ്മുടെ വിശ്വാസം വെറും വിശ്വാസമായിട്ട് വെറുതെ ഒരു പ്രയോജനമില്ലാത്ത വിശ്വാസമായി തീരുമായിരുന്നു. നമ്മൾ പിന്നെയും പാപികളായിട്ട് തന്നെ തുടരുമായിരുന്നു, അല്ലെ? പക്ഷെ അങ്ങനെയൊന്നും തീർക്കാൻ നമ്മളെ നഷ്ടപ്പെട്ടു പോകാൻ പിതാവിന് തയ്യാറായിരുന്നില്ലാത്തത് കൊണ്ട് യേശുക്രിസ്തുവിനെ ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി, അല്ലെ, പവറുള്ള ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന് പറഞ്ഞാല് ദ സ്പിരിറ്റ് ഓഫ് പവർ എന്ന് പറഞ്ഞിരിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റി, അല്ലെ? അപ്പം പിതാവ് ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്തു, അല്ലെ? ഇന്ന് മെൽക്കിസദേക്കിന്റെ ഓർഡറിൽ ഉള്ള ഹൈ പ്രീസ്റ്റ് ആയിട്ട്, അല്ലെ, നമ്മൾക്ക് വേണ്ടി പിതാവിന്റെ വലഭാഗത്ത് ഇരുന്നു കൊണ്ട്, അല്ലെ, നമ്മൾക്ക് വേണ്ടി വാദിക്കുകയും നമ്മൾക്ക് വേണ്ടി മിനിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന യേശു ക്രിസ്തു, അല്ലെ? അപ്പോ യേശുവിന്റെ സഹനം അത് നമ്മൾക്ക് ഉള്ളൊരു പുതിയ ജീവിതത്തിലേക്കുള്ളൊരു വാതിലായിരുന്നു, അല്ലെ? യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് പുതിയ ജീവൻ തന്നെ തരുക തന്നെ ചെയ്തു. അപ്പൊ ഇതിപ്പോ ന്യൂ ഇയറിന്റെ സമയമാണ്, അല്ലെ? ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവനിലായിരിക്കാൻ നമ്മൾ, അല്ലെ, അവൻ നമ്മുടെ ഉള്ളിലും ഫോം ചെയ്യട്ടെ. അപ്പൊ അതാണ് ഇന്ന് എനിക്ക് പറയുള്ളൂ. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്ന കർത്താവേ, ഒരു വർഷം കൂടെ ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇതൊന്നും ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല കർത്താവേ, അങ്ങയുടെ കൃപ മാത്രമാണ് കർത്താവ്. ഞങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്ങയുടെ കൃപ മാത്രമാണ് കർത്താവ്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. ഞങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ എന്നുമുള്ളതിനായിട്ട് നന്ദി പറയുന്നു കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെപ്പോലെയുള്ളവർ പലരും ഇന്ന് ഈ ലോകത്തിൽ ഇല്ല കർത്താവിനോട് പ്രാർത്ഥന. 2024 തന്നെ കർത്താവ് പല ആളുകളും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെ എന്നും കർത്താവെ സ്ട്രെങ്തോടുകൂടി നിർത്തുന്നതിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. വരും കാലങ്ങളിലും മൊത്തം കർത്താവ് അങ്ങയിൽ തന്നെ ആയിരിക്കട്ടെ ഞങ്ങളുടെ ജീവിതം. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ ഫോം ചെയ്യുകയും ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവിന്. ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ കർത്താവിനോട് ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യുന്ന അപേക്ഷിക്കുന്നു. ഓ ലോർഡ് ജീസസ് മാസ്റ്റർ ഫാദർ, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ കർത്താവ്. അങ്ങെന്താണ് സംസാരിക്കുകയെന്ന് മനസ്സിലാക്കി ഞങ്ങളെ ഹൃദയത്തിന്റെ കാതുകളെ തുറക്കണമേ യേശുവിന്റെ നാമത്തിൽ. എല്ലാ മഹത്വം അങ്ങേക്ക് തന്നെ ഉണ്ടാകട്ടെ. ഹോളി സ്പിരിറ്റ് ഗോഡ്, നന്ദി പറയുന്നു ഞങ്ങളുടെ കൂടെ എന്നുമുള്ളതിനായിട്ട്. പിതാവെ, അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ മകനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് എബ്രായക്കെഴുതിയ ലേഖനത്തിലേക്ക് പോകാം. എബ്രായക്കെഴുതിയ ലേഖനത്തിന്റെ 5-ാമത്തെ ചാപ്റ്ററിന്റെ 7-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എബ്രായക്കെഴുതിയ ലേഖനത്തിന്റെ 5:7 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടുകൂടി കണ്ണീരോടും കൂടി അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പൊ യേശു ക്രിസ്തു തന്റെ ഐഹിക കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യനായിട്ട് ലോകത്തുണ്ടായിരുന്ന സമയത്ത്, അല്ലെ, തന്റെ ജീവകാലത്ത് തന്റെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടി അപേക്ഷിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ. അപ്പൊ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള അതേ ആൾക്ക് തന്നെ മരണത്തിൽ തന്നെ ഉപേക്ഷിച്ച് കളയാനും കഴിവുള്ള ഒരു വ്യക്തിയാണല്ലോ, അല്ലെ? പിതാവിന് വേണമെങ്കിൽ പുത്രനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാമായിരുന്നു. അപ്പൊ എങ്ങനെ പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ സകല പാപങ്ങളും യേശുവിന്റെ തലയിലായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെ? അവൻ പാപമായി തീർന്നു നമ്മൾക്ക് വേണ്ടി. ഒരിക്കൽ പോലും ഒരു പാപം പോലും ചെയ്യാത്ത ആള് പാപമായി തീർന്നു, അല്ലെ? വെറുതെ പാപം അവന്റെ തലയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരിയായിട്ട് അവൻ പാപമായി തീർന്നു ഓൺ ക്രോസ് ഓഫ് കാൽവരിയിൽ വെച്ച്, അല്ലെ? അപ്പൊ ദൈവത്തിന്റെ എന്താ പറയാ, റാത്ത്, അല്ലെ, ആ ഒരു ദേഷ്യം, അല്ലെ, ദേഷ്യം എന്ന് പറയാൻ പറ്റില്ല. ദൈവത്തിന്റെ ആ ഒരു എന്താ പറയുന്നത്, മലയാളത്തിലേക്ക് പറയുമ്പോൾ എങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ ആ പക, അല്ലെ, പക മൊത്തം യേശുവിനേക്ക് ദൈവം കാണിക്കുക തന്നെ ചെയ്തു, അല്ലെ? അതല്ലേ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പാപം കൊണ്ട്, അല്ലെ? ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മളെ പാപികളാകുന്നതിന് വേണ്ടിയൊന്നുമല്ല സൃഷ്ടിച്ചത്, അല്ലെ? കാലാകാലങ്ങളിൽ അവന്റെ ഒപ്പം, അല്ലെ, അവന്റെ ഒപ്പം സുഖമായിട്ട് താമസിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിച്ചത്. ആദത്തിനെ ഈവിനെയും, അല്ലെ, നമ്മളോട് എന്താ പറഞ്ഞ വർക്കും കൂടെ വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുക എന്നുള്ളത് വന്ന് നമ്മൾ
കഷ്ടപ്പെട്ട് എന്താ പറയുന്നത് നമ്മുടെ സ്വെറ്റ് അല്ലെ വേർപ്പൊഴുക്കി നമ്മൾ കഷ്ടപ്പെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നതും കൂടെ തന്നെ പാപം ചെയ്തതിന് ശേഷമാണ്. അതിനു മുമ്പേ ഏം, തോട്ടം മെയിൻ്റെനൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു വർക്ക് അല്ലെ. വർക്ക് ചെയ്യാൻ ലേസി ആയിട്ട് ആരും ഇരിക്കരുത്, പക്ഷെ ആ തോട്ടം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത് മാത്രമല്ല, റെസ്റ്റ് ആയിരുന്നു നമുക്ക് തന്നിരുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രസൻസിലായിരുന്നു നമുക്ക് റെസ്റ്റ് ഉള്ളത് അല്ലെ. എബ്രായർക്ക് ലേഖനത്തിൽ നമുക്ക് 3-ാമത്തെ ചാപ്റ്റർ 3-4 ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ റെസ്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിനെ പറ്റി അല്ലെ പറഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ അത് ആയിരുന്നു നമ്മൾക്ക് വേണ്ടി ദൈവം വെച്ചിരുന്നത് അല്ലെ. പക്ഷെ നമ്മള് പാപം ചെയ്തു കഴിഞ്ഞപ്പോ നമ്മൾ വീണുപോയി അല്ലെ. ആ നമ്മൾ ചെയ്ത പാപം മൊത്തം, മനുഷ്യ വർഗത്തിന്റെ മൊത്തം പാപം യേശുവിന്റെ തലയിലായിരുന്നു എന്ന് വിചാരിച്ചു നോക്കി അല്ലെ. അപ്പോ യേശുക്രിസ്തു തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ, മനുഷ്യനായിരുന്ന ജീവിതത്തിന്റെ അവസാനത്തെ കാലമായപ്പോഴേക്കും യേശുക്രിസ്തു കരഞ്ഞു പ്രാർത്ഥിച്ചു. ലൂക്കോസ് സുവിശേഷം 22-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും യേശു ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കും. തന്റെ എന്താ പറയാ സ്വെറ്റ് അല്ലെ, തന്റെ വേർപ്പ് രക്തക്കണികൾ പോലെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അത്രയധികം പെയിനിൽ കൂടെ, അത്രയധികം എന്താ പറയുക ഒരു വേദനാജനകമായിട്ടുള്ള കാര്യത്തിൽ കൂടെ യേശുക്രിസ്തു കടന്നുപോയി. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് പിതാവിൽ നിന്ന് അകലാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് അല്ലെ. പിതാവിൽ നിന്ന് അകലാൻ പോകുന്നത്, പാപം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുക തന്നെ ചെയ്യും. അതാണല്ലോ നമുക്കൊക്കെ പറ്റിപ്പോയി. നമ്മൾ പാപികളായി തീർന്നപ്പോൾ, പാപം ചെയ്തപ്പോൾ മരിച്ചവരായിപ്പോൾ, നമ്മുടെ ട്രെസ്പാസിൽ അല്ലെ, നമ്മുടെ പാപത്തിൽ നമ്മൾ മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ പിതാവ് എഫേസ്യർക്കെതിരെ 2-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ട്രെസ്പാസ്, നമ്മളെ പാപത്തിൽ നമ്മുടെ അകൃത്യത്തിൽ നമ്മൾ മരിച്ചവരായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ മരിക്കുകയോ ചെയ്തു, നമ്മുടെ ആത്മാവ് അല്ലെ, നമ്മുടെ സ്പിരിറ്റ് മരിക്കുകയോ ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ മരിക്കുക എന്ന് പറയുമ്പോൾ ഒരു കണക്ഷനും, ദൈവമായിട്ട് കണക്ഷനും ഇല്ല, ദൈവത്തിൽ നിന്ന് എന്താ പറയാ വേറിട്ട് പോകുന്നില്ല. അപ്പൊ ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു നീതിമാനാണ് അല്ലെ, യേശു പാവം ചെയ്തില്ല. പക്ഷെ ക്രോസ് ഓഫ് കാൽവറി നമ്മുടെ പാപം മൊത്തം യേശുവിന്റെ തലയിലേക്ക് വന്നപ്പോ അല്ലെ, അത് താൻ പാപമായി തീരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് തന്നെ വിടുവിക്കണമേ എന്നാണ് പറഞ്ഞത്. ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ വിടരുതേ എന്നാണ് യേശു പ്രാർത്ഥിച്ചത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്റെ ജഡത്തിൻ്റെതായിട്ടുള്ള സ്വഭാവമാണ് അവിടെ അങ്ങനെ ഒരു പ്രാർത്ഥിച്ചത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം ഈ ലോകത്തിലേക്ക് വന്നത്, യേശുക്രിസ്തു വന്നത് എന്താ പറയുക 100% ഹ്യൂമൻ ബീങ്ങുമായിട്ടും 100% മനുഷ്യനായിട്ട് 100% ദൈവവുമായിട്ട് തന്നെ അല്ലെ. അപ്പൊ കൊളോസ്യർക്ക് ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്ററിന്റെ 9-ാമത്തെ വാക്കിൽ പറഞ്ഞ അവനില് ഗോഡ് ഹെഡ് അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവും പിതാവും ഹോളി സ്പിരിറ്റ് ഗോഡും ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുന്നു അല്ലെ. നിറഞ്ഞിരുന്നു, ഇപ്പോഴും നിറഞ്ഞിരിക്കുന്നു അല്ലെ. ട്വൽസ് എന്ന് പറഞ്ഞിരിക്കുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവമായിട്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മള് ദൈവം യേശുക്രിസ്തു വന്നത് മനുഷ്യനുമായിട്ടുണ്ട്. എബ്രായർക്ക് ഇതേ ലേഖനത്തിൽ തന്നെ 2-ാമത്തെ ചാപ്റ്റർ 14-15 വാക്ക് വായിക്കുമ്പോൾ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, നമ്മള് അല്ലെ, മക്കള് എങ്ങനെയാണോ ജഡത്തിലും രക്തത്തിലും പാർട്ടേക്ക് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ യേശുക്രിസ്തുവും പാർട്ടേക്ക് ചെയ്തിരിക്കും ജഡത്തിലും രക്തത്തിലും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് തന്റെ മരണം കൊണ്ട് അല്ലെ, മരണത്തിന്റെ ശക്തി ഉണ്ടായിരുന്ന ഡെവിളിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെ. അങ്ങനെ നേരത്തെ മരണഭീതിയുടെ അടിമത്തത്തിലായിരുന്ന വ്യക്തികളെ അല്ലെ, മരണഭീതി കൊണ്ട് ജീവിതകാലം മൊത്തം അടിമത്തത്തിൽ ആയിരുന്ന വ്യക്തികളെ വിടുവിക്കുന്നതിന് വേണ്ടി, റിലീസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ. അപ്പൊ തന്റെ മരണം കൊണ്ട് നേടിയെടുത്താണ് യേശുക്രിസ്തു. അതപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശു കരഞ്ഞു പ്രാർത്ഥിക്കുന്നു അല്ലെ, ദൈവമേ പിതാവേ, അങ്ങയുടെ മനസ്സാണെങ്കിൽ, അങ്ങയ്ക്ക് മനസ്സാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ പാനപാത്രം അങ്ങൊന്ന് നീക്കി തരണം അല്ലെ. അങ്ങ് എനിക്ക് അസഹ്യം ചെയ്തിരിക്കുന്ന ഈ വർക്ക്, ഈ സഫറിങ് എന്നുള്ളത് സഫറിങ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ പാപമായി തീരുന്നു. അതാണ് ആ പാനപാത്രത്തെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചിലരെങ്കിലും പറയും അത് ആ സഫറിങ്ങിനെ പറ്റി, അത് അനുഭവിക്കാൻ പോകുന്ന വേദനയെ പറ്റിയൊന്ന്, ആ വേദനയെ പറ്റി ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വേദനയൊന്നും ഒരു കാര്യമൊന്നുമില്ല അല്ലെ. വേദനയാണ്, അത് വാസ്തവം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് താൻ തന്റെ പിതാവിൽ നിന്ന് വിട്ടുപോകുവാണല്ലോ അല്ലെ. ആ ഒരു വിട്ടുപോകുന്ന പറഞ്ഞ ഒരു സെപ്പറേഷൻ വരുന്നുണ്ടല്ലോ പാപം കാരണം എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള
ബുദ്ധിമുട്ട് അല്ലെ അതൊന്ന് അതിനുവേണ്ടി തനിക്ക് ഈ വെച്ചിരിക്കുന്ന ഈ പാനപാത്രം അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ പാവമായി തീരാൻ പോകുന്നു എന്നുള്ളത് അതൊന്ന് തന്നിൽ നിന്ന് എടുത്ത് മാറ്റിക്കളയണമേ അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ അല്ലെ അങ്ങയുടെ ഇഷ്ടം അതല്ലെങ്കിൽ അങ്ങനെ നടക്കേണ്ട അങ്ങനെയാണ് യേശുക്രിസ്തു പ്രാർത്ഥിച്ചത് പിതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളോടുള്ള സ്നേഹം അല്ലെ തന്റെ മകൻ സഹിച്ചാലും വേണ്ടില്ല പക്ഷെ അനേകം മക്കളെ അല്ലെ ഗ്ലോറിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എബ്രായർക്കെതിരെ 2 ചാപ്റ്റർ 10-11 വാക്കിങ്ങനെ പറഞ്ഞിരിക്കുന്നു അനേകം മക്കളെ ഗ്ലോറിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അല്ലെ അവരുടെ ക്യാപ്റ്റൻ ആയിരിക്കും സാൽവേഷന്റെ ക്യാപ്റ്റനെ എന്താ പറയുക പെർഫെക്റ്റഡ് ആക്കുന്നതിന് വേണ്ടി സഫറിംഗ് വഴി പെർഫെക്റ്റ് ആക്കുന്നത് ദൈവത്തിന് താല്പര്യമായിരുന്നു അനേകം മക്കളെ നമ്മൾ എല്ലാവരെയും യേശുവിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അല്ലെ അപ്പൊ അങ്ങനെയാകുമ്പം നമ്മള് യേശുവിൽ വിശ്വസിക്കുകയും അല്ലെ യേശുവിൽ വിശ്വസിക്കുകയും അവനിലേക്ക് സ്നാനമെടുത്തവർ അവന്റെ മരണത്തിലേക്കാണ് സ്നാനമെടുത്തിരിക്കുന്നത് അല്ലെ നമുക്കിത് ലേഖത്തെ 6-ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 3-4 വാക്കുകൾ നമ്മൾ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനം ഏറ്റവരായ എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുക സ്നാനം ഏറ്റിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ ചിടുകപ്പെടുകയും ക്രിസ്തു മരിച്ചിട്ട് പിതാവിന് മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാം ജീവന്റെ പുതുക്കത്ത് നടക്കേണ്ടത് തന്നെ അപ്പൊ നമ്മൾ യേശുവിൽ വിശ്വസിച്ചിട്ട് സ്നാനപ്പെട്ടപ്പോ അവന്റെ മരണത്തിലേക്കാണ് നമ്മൾ എന്താ പറയുക സ്നാനം ഏറ്റിരിക്കുന്നത് അല്ലെ അവനെ യേശുക്രിസ്തുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു അല്ലെ യേശുവിനെ വേണമെങ്കിൽ ഇപ്പൊ എബ്രായർക്കെതിരെ ലേഖനത്തിൽ 5-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളോടുകൂടി അപേക്ഷിക്കുക അഭയയാചന കഴിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുക എന്ന് വിചാരിച്ചു നോക്കിയേ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവർ അല്ലെ അപ്പൊ ആ ഒരു വാക്ക് വരുമ്പോ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളതെന്ന് പറയുമ്പോ ഒന്ന് വിചാരിച്ചു നോക്കുക 2 രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും മരണത്തിലേക്ക് യേശുവിനെ കൊണ്ടുപോകാതെ രക്ഷപ്പെടുത്താനും പിതാവിന് കഴിയുമായിരുന്നു ഇനി മരണത്തിൽ മരിച്ചു കഴിഞ്ഞിട്ടും അവിടുത്തെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാനും പിതാവിന് കഴിവുണ്ട് അല്ലെ അപ്പൊ അങ്ങനെയാകുമ്പോ അങ്ങനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള പിതാവിന് വേണമെങ്കിൽ പുത്രനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാതെയും ഇരിക്കാമായിരുന്നു അല്ലെ എന്തിനാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പാപം കാണും അല്ലെ മനുഷ്യന്റെ പാപം കാണും അങ്ങനെയും ചെയ്യാതിരിക്കാമായിരുന്നു പക്ഷെ അതിനല്ല ദൈവം പിതാവ് നമ്മളുടെ സ്നേഹം കൊണ്ട് തീരുമാനം എടുത്ത് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു അപ്പൊ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നമ്മള് യേശുവിലേക്കാണ് നമ്മൾ സ്നാനപ്പെട്ടിരിക്കുന്നത് അവന്റെ മരണത്തിലേക്ക് സ്നാനപ്പെട്ട് നമ്മൾ ഉയർത്തു വരുന്നത് ദൈവം നമ്മളെ ന്യൂനെസ് ഓഫ് ലൈഫിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മള് ആ ഒരു പുതിയ ജീവിതത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് എനിക്ക് ഇന്ന് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്കൊരു പുതിയ ജീവിതമാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ ആ പുതിയ ജീവിതത്തിന്റെ വിലയെപ്പറ്റി നമ്മള് അതിന്റെ മഹിമയെ പറ്റി നമ്മള് മനസ്സിലാക്കി ജീവിക്കുന്ന വ്യക്തികൾ ആകട്ടെ ഇതൊരു പുതിയ വർഷമാണ് തുടങ്ങുന്നത് അല്ലെ അവന്റെ സഹനത്തില് നമ്മള് എത്രമാത്രം അവൻ സഹിച്ചു എന്നുള്ള കാര്യം നമ്മൾക്ക് ഒരു അറിവുണ്ടായിരിക്കട്ടെ അല്ലെ അതിന്റെ ഡെപ്തിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല അല്ലെ ഫിസിക്കൽ അതിന്റെ പെയിനിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല നമുക്ക് എന്താ പറഞ്ഞ അതിന്റെ ആ യേശു അനുഭവിച്ച മാനസികമായിട്ട് അനുഭവിച്ച ഒരു മെന്റൽ ആഗണിയെ പറ്റി നമുക്ക് ഒരുപാട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല അല്ലെ പക്ഷെ എന്നാൽ പോലും നമുക്ക് അറിവുള്ളവരായിരിക്കട്ടെ അല്ലെ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കട്ടെ അല്ലെ അപ്പൊ പുതിയതായിട്ട് ഒരു വർഷം തുടങ്ങുന്ന ഈ സമയത്ത് അല്ലെ അവൻ നമ്മൾക്ക് തന്നിരിക്കുന്ന അവന്റെ റിസറക്ഷൻ വഴി അവന്റെ സഫറിങ് വഴി അല്ലെ അവന്റെ ആ കഷ്ടപ്പാട് വഴി അനുഭവിച്ച സഹനം വഴി അല്ലെ അവന്റെ റിസറക്ഷൻ വഴി നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പുതിയ ജീവിതത്തിൽ അല്ലെ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ഇന്ന് ദൈവം ദാനമായിട്ട് തന്നിരിക്കുന്ന ഈ പുതിയൊരു ജീവിതത്തിൽ അല്ലെ നമ്മൾക്ക് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ജീവിതം നമുക്ക് ജീവിക്കാം അല്ലെ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത് അപ്പൊ ഈ പുതിയ 2025 ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുന്നതാണ് ഈ വർഷത്തെ നമുക്ക് എന്താ പറയുക ദൈവത്തെ വാഴ്ത്തുന്നതിന് വേണ്ടി ആയിരിക്കട്ടെ അല്ലെ നമ്മൾക്ക് തന്നിരിക്കുന്ന പുതിയ ജീവനിൽ ഉറച്ചു നിന്നുള്ള ഒരു ജീവിതമായിരിക്കട്ടെ തിരിച്ച് നമ്മുടെ പാപത്തിന്റെ വഴിയിലേക്കുള്ള ഒരു പോക്ക് ആകാതിരിക്കട്ടെ അല്ലെ അവനെ വാഴ്ത്തിക്കൊണ്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം അല്ലെ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നമ്മൾ സീലപ്പെട്ടിരിക്കുന്നു പക്ഷെ അത് മാത്രം പോരാ അല്ലെ അത് മാത്രം ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കട്ടെ അപ്പൊ 2025 എന്ന് പറയുമ്പോൾ അല്ലെ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന വർഷം എന്ന് പറയുമ്പോൾ ആ ദൈവത്തെ വാഴ്ത്തുന്നതിന് വേണ്ടി
ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരം നടക്കുന്നതിന് വേണ്ടി, അവൻ നമ്മളോട് എന്ത് പറയുന്നോ അതനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി, അതിനായിട്ടൊരു ജീവിതം ആയിരിക്കട്ടെ. ഒരു പുതിയ ജീവിതത്തിലേക്കാണ്, ഒരു പുതുമയിലേക്കാണ് നമുക്ക് നമ്മളെ തന്നെ അവൻ നമുക്ക് നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു പുതിയ ജീവിതമാണ് തന്നിരിക്കുന്നത്. യേശുവിൽ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതമാണ് തന്നിരിക്കുന്നത്. അതിനായിട്ട് അല്ലെ, അങ്ങനെ ഉള്ളൊരു ജീവിതമായിക്കട്ടെ നമുക്ക് മുമ്പോട്ട് നയിക്കുന്നത് അല്ലെ. ഒരുപാട് സഹിച്ചു നമ്മുടെ ദൈവം, നമ്മൾക്ക് വേണ്ടി ഒരുപാട് സഹിച്ചു അല്ലെ. ആ ദൈവം യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു അല്ലെ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എബ്രായർ ലേഖനത്തില് എന്താ പറയുക, 2ാമത്തെ ചാപ്റ്റർ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. യേശു തന്നെയാണ് നമ്മളുടെ ഒപ്പം തന്നെ ജഡരക്തങ്ങൾ പാർട്ടേക്ക് ചെയ്തിരിക്കുന്നത് അല്ലെ. പിതാവിന്റെ ആഗ്രഹം ഒരു കാര്യം, പക്ഷെ യേശു തന്നെയാണ് യേശുവും തീരുമാനമെടുക്കുന്നു. ഞാൻ അവരെ പോലെ അല്ലെ, നമ്മളെ പോലെ ആയിത്തീരുന്നു, ജഡത്തിലും രക്തത്തിലും ഉള്ളവരായി തീർന്നുകൊണ്ട് ഞാൻ മരിക്കാൻ പോകുന്നു അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ മരണത്തിന്റെ അധികാരം ഉണ്ടായിരുന്ന പിശാചിനെ എനിക്ക് നശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ അവരെ നശിപ്പിക്കുമ്പോൾ ജീവിതകാലം മൊത്തം മരണഭീതിക്ക് അടിമയായിരുന്ന വ്യക്തികളെ എനിക്ക് ഒക്കെയും വിടുവിക്കാൻ സാധിക്കും. അപ്പൊ അതാണ് അവന്റെ സ്നേഹം. അപ്പൊ അവനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം ആയിരിക്കണം നമ്മൾക്ക് അല്ലെ. അതുവേണ്ടി അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പുതിയ വർഷമാണ് ദൈവം നമുക്ക് തരാൻ പോകുന്നത് 2 ദിവസത്തിനുള്ളിൽ അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന അല്ലെ. ദൈവമേ, അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന പുതിയ ജീവിതത്തിൽ അല്ലെ, എന്റെ പുതുമയുള്ള ജീവിതത്തിൽ ഞാൻ ഉറച്ച് നിൽക്കട്ടെ അല്ലെ. ഞാൻ ഒരു പക്ഷേ ബാക്ക് സ്ലൈഡ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ നടപ്പ് ദൈവവുമായിട്ടുള്ള ഒരു നടപ്പ് അതിനിച്ചിരി ഒരു കോട്ടം വന്നിട്ടുണ്ടായിരിക്കാം. നേരത്തെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഫയർ അതിപ്പോ ഉണ്ടായിരിക്കണം എന്ന നിർബന്ധമില്ല. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എനിക്ക് വന്നുപോയി. ഞാൻ ദൈവത്തിലായിരുന്നില്ല അല്ലെ. ഞാൻ എൻ്റെ വഴി കൂടെ നടക്കാൻ ശ്രമിച്ചു. അങ്ങനെയപ്പോ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നുപോയി. പക്ഷെ എന്നിരുന്നാലും കർത്താവ് ഈ സമയത്ത് ഒരു പുതിയ വർഷം അങ്ങ് ഞങ്ങൾക്ക് തരുമ്പോ അല്ലെ, ദൈവമേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുക, അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് ക്ഷമ ചോദിക്കുന്നു. പക്ഷെ എനിക്ക് തിരിച്ച് എൻ്റെ ആ പുതിയ ജീവിതത്തിലേക്ക്, അങ്ങിലായിരിക്കണം മനോഹരമായ ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരണമേ. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുവാണെങ്കിൽ, അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ, നമ്മളെ തിരിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെ, ദൈവം നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ജീവിതത്തിലേക്ക്, നമ്മൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്ന ആ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ തന്നെ സാധിക്കുക തന്നെ ചെയ്യും അല്ലെ. ഈ ലോകത്തിന്റെ പിടിയിലാ പോകാതെ, നമ്മളുടെ എന്താ പറയാ, ജഡത്തിന്റെ സ്വഭാവത്തിലായി പോകാതെ. അപ്പൊ അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അവൻ സഹിച്ചത് നമ്മൾക്ക് വേണ്ടി, അവൻ ഉയർത്തെഴുന്നേറ്റത് നമ്മൾക്ക് വേണ്ടിയാണ്. അവന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മളുടെ വിജയം എന്ന് പറഞ്ഞാൽ, ആ വിജയം ആഘോഷിക്കുന്ന വ്യക്തികളാകട്ടെ നമ്മൾ. ആ വിജയത്തെ വേണ്ടെന്ന് വെക്കുന്ന വ്യക്തികളാകാതിരിക്കട്ടെ, ആ വിജയത്തെ ആഘോഷിക്കുന്ന വ്യക്തികളാകട്ടെ. അപ്പൊ അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. യേശുവിലായിരിക്കാൻ നമുക്ക്, യേശു നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്യട്ടെ. നമ്മൾ തന്നെയാണ് നമ്മുടെ ഉള്ളിലെങ്കിൽ നമ്മളെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല, പിതാവിന് യാതൊരു പ്രയോജനമില്ല. നമ്മുടെ ഉള്ളിൽ മൊത്തം നമ്മൾ തന്നെയാണെങ്കിൽ, യേശു ആണെങ്കിൽ മാത്രം നമ്മൾക്കും പ്രയോജനമുള്ളൂ, പിതാവിനും നമ്മളെ കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ജീവിതമായിരിക്കട്ടെ, യേശു നിറഞ്ഞൊരു ജീവിതം, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ ലീഡ് ചെയ്യപ്പെടുന്ന, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമായിരിക്കട്ടെ നമുക്ക്. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതം. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥന നടത്താം. കർത്താവേ, സമയത്തിന് നന്ദി പറയുന്നു കർത്താവേ. യേശുവെ, നന്ദി പിതാവ്. കർത്താവ്, അങ്ങയുടെ സ്നേഹത്തായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾക്കൊരു പുതിയ വർഷം കൂടെ തരുന്നു കർത്താവ്. അങ്ങയിലായിരിക്കട്ടെ ഞങ്ങൾ കർത്താവേ. ഓ താങ്ക് യു ജീസസ് മാസ്റ്റർ ഫാദർ. അങ്ങനെയൊക്കെ തന്നെ ന്യൂനെസ് ഓഫ് ലൈഫ് മൈറ്റി അതിലായിരിക്കട്ടെ കർത്താവ്. പുതിയ സ്നേഹം കർത്താവ്, വളരെയധികം സ്നേഹം, അങ്ങോട് കൂടുതൽ കർത്താവ് ഫാദർ. ഒരുപാട് ഹങ്കർ കർത്താവ്, അങ്ങയ്ക്ക് വേണ്ടി, അങ്ങയുടെ വചനത്തിന് വേണ്ടി കർത്താവ്, അങ്ങയുടെ വഴി കൂടെ നടക്കുന്നതിന് വേണ്ടി കർത്താവ്. അങ്ങനെ ആയിരിക്കട്ടെ ഞങ്ങൾ കർത്താവ്. താങ്ക് യു ജീസസ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഫാദർ. അങ്ങയുടെ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവെ, അങ്ങയുടെ വചനം കർത്താവെ ഞങ്ങളുടെ അപ്പമായിട്ട് കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ കർത്താവെ. താങ്ക് യു ജീസസ് മിസ്റ്റർ. അങ്ങയ്ക്ക് വേണ്ടിയുള്ളൊരു ജീവിതം കർത്താവെ. താങ്ക് യു ജീസസ്. അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു. അനുഗ്രഹിക്കും ഉള്ളതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് കേട്ട നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.